നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചുവെന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന 378 സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ദേശീയപാത അതോറിറ്റി മണ്ണിന്റെ സാമ്പിളുകൾ പരിശോധിക്കാൻ 18 ജിയോ ടെക്നിക്കൽ ഏജൻസികളെ നിയമിച്ചു. ദേശീയപാത 66 നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ കണ്ടെത്തൽ. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഇതൊരുപക്ഷേ മുൻപേ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തായാലും കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന 378 സ്ഥലങ്ങളിലാകുമല്ലോ പരിശോധന നടത്തുക. ഏത് തരത്തിലായിരിക്കും ഈ പരിശോധന? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക? പ്രവിധ ഈ കൊട്ടിയം മൈലക്കാട് ദേശീയപാത അതിലെ റോഡ് തകർന്ന സംഭവം അതിന്റെ അന്വേഷിക്കാൻ നേരത്തെ ഒരു വിദഗ്ധ സമിതിയെ ദേശീയപാത അതോറിറ്റി നിയമിച്ചിരുന്നു. IIT കാൺപൂരിൽ നടക്കമുള്ള സംഘമാണ് അവിടെ എത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഈ സംരക്ഷണ ഭിത്തി അതിന്റെ കപ്പാസിറ്റി സംരക്ഷണ ഭിത്തിയുടെ പരാജയമാണ് ഈ റോഡ് തകരാൻ കാരണമെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല ഈ മണ്ണ് നികത്താൻ ഉപയോഗിച്ചിരുന്ന മണ്ണ് അത് അത്രത്തോളം ദുർബലമായിരുന്നുവെന്നും ഇവർക്ക് ഈ പ്രത്യേക സംഘം കണ്ടെത്തിയിരുന്നു. ഈ സംഭവം ഉടനെ തന്നെ ഈ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചുവെന്നും ഈ കരാർ കമ്പനിയെ താൽക്കാലികമായി കരുൾ പട്ടികയിൽപ്പെടുത്തിയെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലൂടെയുള്ള ദേശീയപാതയിലെ എല്ലാ റീച്ചുകളിലും പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 378 സ്ഥലങ്ങളിലെ മണ്ണ് പരിശോധിക്കാനാണ് തീരുമാനിച്ചത്. അതിനായിട്ട് 18 ഏജൻസികളെയും ജിയോ സാമ്പിൾ ഏജൻസികളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ആദ്യത്തെ ഒരു മാസം കൊണ്ട് 100 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധിക്കും. ഈ ലാബ് പരിശോധന അടക്കം നടത്തും. 3 മാസം കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ജിയോ ടെക്നിക്കൽ ടീം. ഇവരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഭിത്തികൾ പൊളിച്ചു മാറ്റണമെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ പുനർനിർമ്മിക്കണമെങ്കിൽ അത് ചെയ്യും. വേണ്ട ഈ റിപ്പോർട്ടിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നിർമ്മാണങ്ങൾ എല്ലാം തന്നെ നടത്തുകയെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ദേശീയപാതയിലെ എല്ലാ റീച്ചുകളിലും സുരക്ഷാ ഓഡിറ്റും നടത്തും. നേരത്തെ ഈ അരൂർ തുറവൂർ ദേശീയപാതയിലെ ഗർഡർ തകർന്നു വീണ സംഭവത്തിന് പിന്നാലെ അവിടെ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ സുരക്ഷാ ഓഡിറ്റ് എല്ലാ റീച്ചുകളിലും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ദേശീയപാതയിലെ എല്ലാ മേഖലയിലും ഇനിയിപ്പോൾ സുരക്ഷാ ഓഡിറ്റ് നടത്തി ഈ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. അതായത് പദ്ധതി പൂർത്തിയായതാണെങ്കിലും ഇനി തുടങ്ങാനിരിക്കുന്ന പണിയുടെ ആയിരുന്നാലും എല്ലാത്തിലും സുരക്ഷാ ഓഡിറ്റ് നടത്തും. അതിനുശേഷമായിരിക്കും ഈ ജോലികൾ തുടരുക. രാജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത തകർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കടന്നിരിക്കുന്നത്. 378 സ്ഥലങ്ങളിലാകും പരിശോധന നടത്തുക. വിശദമായ പരിശോധന തന്നെ നടത്തും എന്നുള്ള വിവരമാണ് അജീഷ് ജയകുമാർ പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. നിശബ്ദ ദിനത്തിലും വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണികളും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. 470 പഞ്ചായത്തുകളിലെ 9027 വാർഡുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1177 ഡിവിഷനുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും 47 നഗരസഭകളിലെ 1834 ഡിവിഷനുകളിലേക്കും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ 14ഉം കാസർഗോഡ് 2 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂരിലാണ്, 1025. മലപ്പുറത്ത് 277 പ്രശ്നബാധിത ബൂത്തുകളും 18 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. വയനാട്ടിൽ 64, കാസർഗോഡ് 9, കോഴിക്കോട് ജില്ലയിൽ 731 എന്നിങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം. മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലെ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കുമെന്ന് വടകര റൂറൽ SP KE ബൈജു പറഞ്ഞു. കോഴിക്കോട് റൂറലിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 577 ആണ് സെൻസിറ്റീവ് ബൂത്തുള്ളത്. ഇപ്പോൾ മാവോയിസ്റ്റ് അഫക്റ്റഡ് ബൂത്തുണ്ട്, അതുകൂടാതെ ക്രിട്ടിക്കൽ ബൂത്തുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ തന്നെ നമ്മൾ ഓരോ ബൂത്തിലും അഡീഷണൽ ആയിട്ട് ഒരു ഓഫീസർ 4 പോലീസുകാരെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജില്ലകളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. അതേസമയം നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്ന് വിട്ടുപോയ വോട്ടേഴ്സിനെ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ 24. വികസന വിഷയങ്ങളിലൂടെ രാഷ്ട്രീയ തർക്കവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ലൈഫ് മിഷനും വിഴിഞ്ഞം തുറമുഖവും എല്ലാം ഉയർത്തി പ്രതിപക്ഷം നശീകരണ പക്ഷമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. PR ഏജൻസിയുടെ ഉപദേശമാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് പിന്നിലെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം,
വയനാട് തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ മുൻ നിലപാടെന്താണ്, ഇപ്പോഴത്തെ നിലപാടെന്താണ് എന്നെല്ലാം ചോദ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആദ്യ സോഷ്യൽ മീഡിയ പോസ്റ്റ്. പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എത്തി. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് പിന്നിൽ PR ഏജൻസിയാണെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറായത് നല്ലത്. സ്ഥലവും സമയവും മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. പരസ്യ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ്. പിന്നെ മുഖ്യമന്ത്രി കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. ഞാൻ മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. ഇതോടെ മുഖ്യമന്ത്രിയുടെ മറുപടി വീണ്ടും എത്തി. പ്രതിപക്ഷമെന്നാൽ നശീകരണ പക്ഷമെന്ന് സ്വയം വിശ്വസിക്കുന്നതിന്റെ ദുരന്തമാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തിനേയും എതിർക്കുക എന്നത് നയമായി സ്വീകരിച്ചവരാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. പകരം വസ്തുതാവിരുദ്ധമായ കുറെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് നിരത്തുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. 24 തിരുവനന്തപുരം. രണ്ടാം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പരാതി ഗൌരവതരമെന്നും ഉന്നയിക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ നാളെ പാലക്കാടെത്തി വോട്ട് ചെയ്തേക്കുമെന്നാണ് സൂചന. ആദ്യ കേസിൽ ഈ മാസം 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് 23-കാരിയുടെ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെയെന്ന് കോടതി വിലയിരുത്തിയതിനൊപ്പം ചില സംശയങ്ങളും ഉന്നയിച്ചു. പരാതി ഉന്നയിച്ചതിലും കേസെടുത്തതിലും കാലതാമസം നേരിട്ടു. ഇതിന് പല കാരണങ്ങളാണ് പരാതിക്കാരി മൊഴിയിൽ ഉന്നയിക്കുന്നത്. ആദ്യ പരാതി പോലീസിനല്ല KPCC പ്രസിഡന്റാണ് നൽകിയതെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. രാഹുലിനെതിരെ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ആദ്യം ചുമത്തിയിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. വിവാഹ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം തടയാൻ ഇത് കാരണമായില്ല. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ പാലക്കാട് എത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് 24-ാം വാർഡിലാണ് രാഹുലിന് വോട്ടുള്ളത്. ഉച്ചയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. രാഹുൽ തിരിച്ചെത്തിയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് DYFIയുടെയും BJPയുടെയും തീരുമാനം. 24 തിരുവനന്തപുരം. മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പാർട്ടി നിലപാടിൽ മാറ്റം വേണ്ടെന്ന് കോൺഗ്രസ്. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ആദ്യ പരാതിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചതിൽ സംശയം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതിക്ക് പിന്നാലെ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാണ്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാധിക്കില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. നിയമ നടപടികളോ അതിലെ ജയപരാജയങ്ങളോ പാർട്ടി നിലപാടിനെ സ്വാധീനിക്കില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ. ഞങ്ങൾക്ക് അതിന് ഒരു തടസ്സമില്ല. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചപ്പോൾ രണ്ടാം അതിജീവിതയുടെ പരാതി KPCC നേതൃത്വത്തിലേക്കാണ് വന്നത്. രാഹുലിനെയും അദ്ദേഹത്തിന്റെ ചെയ്തികളെയും തള്ളുമ്പോഴും ഇതിനെ കോൺഗ്രസ് നേതൃത്വം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായാൽ അകലം പാലിക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം അന്തിമമെന്ന് K മുരളീധരൻ. പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണ്. ജാമ്യം കിട്ടുന്നതിനനുസരിച്ച് കോൺഗ്രസ് നിലപാട് മാറ്റില്ല എന്നും K മുരളീധരൻ പറഞ്ഞു. രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന് കഴിവുകേട്. ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്.
നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ കുറ്റവിമുക്തനായ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി. ഇന്നലെ ഫെഫ്കയിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നു. അതേസമയം 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധിക്ക് ശേഷം അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ തളരില്ല എന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി 24നോട് പറഞ്ഞു. നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തരായതിനു പിന്നാലെ സിനിമാ മേഖല രണ്ടായി പിളർന്നു നിൽക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പമെന്ന് ഒരു വിഭാഗവും കുറ്റമുക്തനായതോടെ ദിലീപിനും നീതി ലഭിച്ചുവെന്ന് കരുതുന്ന മറുവിഭാഗവും. അമ്മ, ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകളിലേക്ക് ദിലീപിനെ ഉടൻ തിരിച്ചെടുക്കുന്നതിൽ കടുത്ത അതൃപ്തി സിനിമാ മേഖലയിലുണ്ട്. ഇന്നലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷയിൽ വാദം നടക്കുക. വിധിപ്പകർപ്പ് ലഭിച്ചയുടൻ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. അന്ന് കോടതിയിൽ നടന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി 24നോട് പറഞ്ഞു. അയാൾക്കെതിരായിട്ടുള്ളതോ അനുകൂലമായതോ അല്ല, അയാളെ കുറിച്ചുള്ള വിധി പറയണ സമയത്ത് ആക്ച്വലി അവിടെ പടക്കം പൊട്ടി. അപ്പം ഇതൊരു വളരെ പ്രീ പ്ലാൻഡ് ആണെന്ന് നമ്മളൊന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തനിക്കെതിരെ കേസിൽ ഗൂഢാലോചന നടന്നുവെന്ന നിലപാട് ദിലീപ് ആവർത്തിച്ചിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ശിക്ഷാവിധിക്ക് ശേഷവും തുടർചലനങ്ങൾ ഉണ്ടാകും. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചുള്ള UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ വിവാദം തുടരുന്നു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശിന്റെ പരാമർശം തള്ളി ഇന്ന് രംഗത്ത് വന്നു. വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ചാണ് 24നോട് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചുമായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. വോട്ടെടുപ്പ് ദിനത്തിൽ അടൂർ പ്രകാശ് നടത്തിയ പരാമർശം അനുചിതമെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അടൂർ പ്രകാശിന്റേത് ചെറിയ നാവ് പിഴയെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. അടൂർ പ്രകാശ് പറഞ്ഞപ്പോൾ എന്തോ ഒരു സ്ലിപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പരാമർശത്തെ തള്ളിയതിനു പിന്നാലെ പറഞ്ഞത് തിരുത്തി അടൂർ പ്രകാശ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച് ഇന്നും അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ചില കാര്യങ്ങൾ മാത്രം എടുത്ത് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം വേട്ടക്കാരനൊപ്പമാണോ ഇരയ്ക്കൊപ്പമാണോ UDF എന്നത് വ്യക്തമാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ വിഷയത്തിൽ UDF കൺവീനർ നടത്തിയ പ്രസ്താവന അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഒഴിവാക്കുന്നത്. ഒരു പാർട്ടിയും 1000 അഭിപ്രായങ്ങളുമാണ് കോൺഗ്രസിനെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ വിധിയുടെ ഉള്ളടക്കം ചോർന്നുവെന്ന ആരോപണത്തിൽ പ്രസിഡന്റിനെ തള്ളി കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെ അല്ല ചീഫ് ജസ്റ്റിസിന് അസോസിയേഷൻ പ്രസിഡന്റ് കത്തയച്ചതെന്ന് സംഘടനാ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരം മാനവീയം വീഥിയിൽ അവൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലയിലെ സാംസ്കാരിക കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിയിൽ പങ്കെടുത്തു. ഇടതുപക്ഷം എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. നിരവധി സിനിമാ സാംസ്കാരിക പ്രവർത്തകർ സംസാരിച്ചു. ലോക്സഭയിൽ SIR ചർച്ചയ്ക്കിടെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ട് കൊള്ള നടത്തിയത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെന്ന് അമിത്ഷാ. വോട്ട് ചോരിയിൽ 3 വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയിട്ട് എന്തായെന്നും പരിഹാസം. വിഷയത്തിൽ പ്രത്യേക ചർച്ച നടത്താൻ അമിത്ഷായെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ മറുപടിക്കിടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. जो 3 प्रेस कॉन्फ्रेंस में, एक सादा प्रेस कॉन्फ्रेंस, एक एटम बम वाला प्रेस कॉन्फ्रेंस, एक परमाणु बम वाला, ये तीनों में क्या हुआ, इसके सारे जवाब मिले. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിട്ട് എന്തായെന്നും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ച് അമിത്ഷായുടെ മറുപടി. ഇതോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. വോട്ട് ചോരിയിൽ പ്രത്യേകം ചർച്ചയാകാമെന്ന് രാഹുൽ ഗാന്ധി. Let us have a debate on my press conference. Yes. Let us go. Yes. Let us have very good idea. Let us have a debate on my press conference. Okay. Amit Shah ji, I challenge you to have a debate on the 3 press conferences. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് സഭ പ്രവർത്തിക്കില്ലെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയെന്നും അമിത്ഷാ ആരോപിച്ചു.
അങ്ങനെയൊരു വോട്ട് സോണിയാഗാന്ധി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ KC വേണുഗോപാൽ അമിത്ഷായെ വെല്ലുവിളിച്ചു. I am challenging Home Minister. Sonia Gandhi not even voted that election. Can you prove it? Can you prove it? Sir, misleading statement. A Home Minister doing. Sir, you are. What is this, sir? കോൺഗ്രസ് പരാജയപ്പെടുന്നത് EVM-ന്റെ പ്രശ്നം കൊണ്ടല്ല, ദുർബലമായ നേതൃത്വം കൊണ്ടാണെന്നും അമിത്ഷാ വിമർശിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ആജ്ഞകൾക്കനുസരിച്ചല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. തങ്ങൾ പരാജയപ്പെട്ട കാലത്ത് കമ്മീഷനെ പഴിച്ചിട്ടില്ല. EVM കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും അമിത്ഷായുടെ മറുപടിക്കിടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം ഭയന്നോടുകയാണെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും VD സതീശൻ ആരോപിച്ചു. കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് SIT മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ശബരിമല ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും എല്ലാവരുടെയും മൊഴിയെടുക്കണം. ഇപ്പൊ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. കാരണം രണ്ടാമത് ഇത് അടിച്ചു മാറ്റാൻ പോയ ആളാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, A പത്മകുമാർ ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരെ SIT വിശദമായി ചോദ്യം ചെയ്യണമെന്നും ഇവരുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റു എന്ന് ആദ്യം പറഞ്ഞത് താനാണെന്നും VD സതീശൻ. അതേസമയം SIT ഉദ്യോഗസ്ഥന്റെ അസൌകര്യത്തെ തുടർന്ന് സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തലിലാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT തീരുമാനിച്ചത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണ് മറച്ചു വെക്കുന്നത്? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട 500 കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ നടന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 സന്നിധാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സമവായമായില്ല. മന്ത്രിമാരായ P രാജീവും ഡോക്ടർ R ബിന്ദുവും ലോക് ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ഒത്തുതീർപ്പാകാതെ പിരിഞ്ഞു. മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിൽ നിന്ന് തന്നെ നിയമനം വേണമെന്ന് മന്ത്രിമാരും സർക്കാർ നിർദ്ദേശിച്ച പേരുകളോട് യോജിപ്പില്ല എന്ന് ഗവർണറും വ്യക്തമാക്കിയതോടെയാണ് സമവായ നീക്കം പൊളിഞ്ഞത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനം സംബന്ധിച്ച കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് അനുനയ നീക്കവുമായി മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണർ രാജേന്ദ്ര ഹാർലേക്കറെ കണ്ടത്. സർക്കാർ കൈമാറിയ 3 അംഗ പട്ടികയിലെ ഏതെങ്കിലും പേരിനോട് എതിർപ്പുണ്ടെങ്കിൽ മറ്റു പേരുകൾ പരിഗണിക്കണമെന്നായിരുന്നു മന്ത്രിമാരുടെ അഭ്യർത്ഥന. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ നാളെയാണ് കോടതി വരുന്നത്. ബാക്കി കാര്യങ്ങൾ ചർച്ചകൾ തീരുന്നില്ല, അത് തുടരുകയാണ്. സർക്കാർ നൽകിയ പട്ടിക സ്വീകാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഗവർണർ സാങ്കേതിക സർവകലാശാല VC സ്ഥാനത്തേക്ക് ലോക് ഭവൻ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിന്റെ അയോഗ്യത എന്താണെന്നും മന്ത്രിമാരോട് ചോദിച്ചു. സിസ തോമസ് അയോഗ്യയെങ്കിൽ സർക്കാർ തന്നെ അവരെ പല പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അംഗമാക്കിയത് എന്തുകൊണ്ടാണെന്നും ഗവർണർ ചോദിച്ചു. രാഷ്ട്രീയമാണ് എതിർപ്പിന് കാരണമെങ്കിൽ ലോക് ഭവന് രാഷ്ട്രീയമില്ലെന്നും ഗവർണർ വിശദീകരിച്ചു. ഡിജിറ്റൽ സർവകലാശാല VC-യായി സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. ഇരുഭാഗവും അവരവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നതോടെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കൂടിക്കാഴ്ച അവസാനിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തിനുള്ള വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് ഡൽഹിയിൽ സമരത്തിന് കേരളം. കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയത്തിനെതിരെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സമരം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. 440 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞുവച്ചിരിക്കുന്നത്. SSKയുടെ ഫണ്ടും അതേ അവസ്ഥയിലാണ്. ആദ്യ ഗഡു മാത്രമാണ് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരമെന്നും മന്ത്രി. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത ഫണ്ട് പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. 47 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ചേർന്നാണ് സംസ്ഥാനത്തിനുള്ള ഫണ്ട് തടയുന്നതെന്നും മന്ത്രി V ശിവൻകുട്ടി ആരോപിച്ചു. 24 തിരുവനന്തപുരം.
ഡോക്ടർ ശശി തരൂർ എംപിക്ക് RSS അനുകൂല സംഘടന സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം. കടുത്ത വിമർശനമുയർന്നതിന് പിന്നാലെ പുരസ്കാരം സ്വീകരിക്കില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കി. താൻ അറിയാതെയാണ് സവർക്കറിന്റെ പേരിൽ പുരസ്കാരം പ്രഖ്യാപിച്ചതെന്നാണ് വിശദീകരണം. പുരസ്കാര വിവരം 1 മാസം മുൻപ് തരൂരിനെ അറിയിച്ചിരുന്നതായി HRDS പ്രതികരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ഭവനിൽ നൽകിയ അത്താഴ വിരുന്നിലേക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒഴിവാക്കി ഡോക്ടർ ശശി തരൂരിനെ മാത്രം ക്ഷണിച്ചതിൽ വിവാദം അവസാനിക്കും മുമ്പാണ് പുതിയ വിവാദം. RSS അനുകൂല സംഘടന HRDS ആണ് വീർ സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് പുരസ്കാരത്തിന് ശശി തരൂരിനെ തിരഞ്ഞെടുത്തത്. സവർക്കറിന്റെ പേരിലുള്ള പുരസ്കാരം പാർട്ടി പ്രവർത്തക സമിതി അംഗം സ്വീകരിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത എതിർപ്പുയർന്നതോടെ നിലപാട് വ്യക്തമാക്കി ശശി തരൂർ രംഗത്തെത്തി. പുരസ്കാരത്തെക്കുറിച്ച് അറിയില്ലെന്നും താൻ അറിയാതെയാണ് പ്രഖ്യാപനമെന്നും തരൂർ. എന്നാൽ ശശി തരൂരിനെ നേരിൽ കണ്ട് പുരസ്കാര വിവരം അറിയിച്ചതാണെന്ന് HRDS. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹം നേരിടുന്നുണ്ട്. വീർ സവർക്കറെ പോലെയുള്ള ഒരാളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ തള്ളി പറയുന്നതെന്ന് ഈ പറഞ്ഞ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഭീഷണി കൊണ്ടാണ്. ഇതിനിടെ പുരസ്കാരം സ്വീകരിക്കുന്നതിലെ ആശങ്ക പങ്കുവെച്ച് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണം. പുതിയ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഇന്നത്തെ പുരസ്കാര വിതരണ ചടങ്ങിന് മുമ്പേ ശശി തരൂർ ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോയി. 24 ഡൽഹി. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. നടപടിയെടുത്തത് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിനെ വീണ്ടും വ്യോമയാന മന്ത്രാലയം വിളിപ്പിച്ചു. യാത്രക്കാർക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് ഇൻഡിഗോ ചെയർമാൻ വിക്രം സിംഗ് മേത്ത രംഗത്ത് വന്നു. പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. കേന്ദ്രം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ അനുവദിച്ചു. വിമാനക്കൂലി 40,000 രൂപ വരെ കൂടി. തടയാൻ എന്തുകൊണ്ട് സർക്കാർ പരാജയപ്പെട്ടെന്നും സ്ഥിതിഗതികൾ ആശങ്കാജനകമെന്നും ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ പറഞ്ഞു. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഇൻഡിഗോ കർശനമായി പാലിക്കണമെന്നും ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇൻഡിഗോ ഒറ്റയ്ക്കല്ലെന്നും കേന്ദ്ര സർക്കാരും പങ്കാളികളാണെന്നും A.A. റഹീം രാജ്യസഭയിൽ കുറ്റപ്പെടുത്തി. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വീണ്ടും സമൻസ് അയച്ചു. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ DGCക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് വ്യോമയാന മന്ത്രി അറിയിച്ചു. എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകും. 10% സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ ഇനി മുതൽ ഇൻഡിഗോയുടെ പ്രതിദിനമുള്ള 400ഓളം സർവീസുകളാണ് കുറവ് വരുന്നത്. പ്രതിസന്ധികൾ പരിഹരിക്കുന്നവരെ DGCA മേൽനോട്ട സമിതിയിലെ 2 അംഗങ്ങൾ ഇൻഡിഗോയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ദിവസവും ഉണ്ടാകും. 24 ഡൽഹി. DMK-ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി അണ്ണാ-DMK. തമിഴ്നാട്ടിൽ എല്ലാ മേഖലകളിലും അഴിമതിയെന്ന് അണ്ണാ-DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച ചർച്ചകൾക്കായി എടപ്പാടി പളനിസ്വാമിക്ക് ജനറൽ കൌൺസിൽ യോഗം പൂർണ്ണ ചുമതല നൽകി. ഇന്ന് ചെന്നൈ വാനഗരത്ത് ചേർന്ന ജനറൽ കൌൺസിലിലായിരുന്നു എടപ്പാടി പളനിസ്വാമിയുടെ വിമർശനം. അഴിമതിയുടെ പേരിൽ എല്ലാ മന്ത്രിമാർക്കെതിരെയും കേസുണ്ട്. തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എത്ര പേർ അഴിക്കുള്ളിലാകുമെന്ന് കണ്ടറിയണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു പറ്റിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും എടപ്പാടി പളനിസ്വാമി. അവർക്ക് என்ன செய்ய வேண்டும், எது செய்தால் நன்மை கிடைக்கும் என்று எண்ணி எண்ணற்ற திட்டங்களை வழங்கிய காரணத்தினால்தான் இன்றைக்கு அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தை எவராலும் தொட்டு பார்க்க முடியவில்லை. പ്രധാനപ്പെട്ട 16 തീരുമാനങ്ങൾ ജനറൽ കൌൺസിൽ പാസാക്കി. തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എടുക്കും. സഖ്യത്തെ അണ്ണാ-DMK നയിക്കും. മധുര കോയമ്പത്തൂർ മെട്രോയ്ക്ക് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. SIR-നെ സ്വാഗതം ചെയ്തു. ഇങ്ങനെ നീളുന്നു തീരുമാനങ്ങൾ. അണ്ണാ-DMK-യിൽ കൂടുതൽ കരുത്തനാവുകയാണ് എടപ്പാടി പളനിസ്വാമി. 16 തീരുമാനങ്ങൾ എതിരഭിപ്രായങ്ങളില്ലാതെ പാസാക്കാൻ ജനറൽ കൌൺസിലിന് സാധിച്ചതും അതുകൊണ്ട് തന്നെ. വരുന്ന 100 ദിവസങ്ങൾ അക്ഷീണം തിരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കാനാണ് അണികൾക്ക് നൽകുന്ന നിർദ്ദേശം. വാനഗരത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. പത്തനംതിട്ട തിരുവല്ല വളഞ്ഞവട്ടത്ത് വിരണ്ടോടിയ പോത്ത് 7 പേരെ കുത്തിപ്പരുക്കേൽപ്പിച്ചു. വീട്ടിൽ വളർത്തുന്ന പോത്താണ് വിരണ്ടോടിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർക്കാണ് പരുക്കേറ്റത്. വടശ്ശേരിക്കരയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു.
വളഞ്ഞവട്ടത്ത് നാട്ടുകാരെ മണിക്കൂറുകളോളം പോത്ത് വട്ടം കറക്കി. വിരണ്ടോടിയ പോത്ത് കാൽനടയാത്രക്കാരെ അടക്കം ആക്രമിച്ചു. പോത്തിനെ തളയ്ക്കാനെത്തിയ തിരുവല്ല ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ വർഗീസ് ഫിലിപ്പിനും പരിക്കേറ്റു. നാട്ടുകാരായ 6 പേർക്ക് നേരെയും പോത്തിന്റെ ആക്രമണമുണ്ടായി. സമീപത്തെ പാടത്തേക്കിറങ്ങിയ പോത്തിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തളച്ചു. പലർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ കിലോമീറ്ററുകളോളം ഓടി ഇവിടെ വന്നു കഴിഞ്ഞാണ് നമ്മുടെ ഈ പുന്നക്കുടി ഇപ്പോൾ സ്പോട്ടിൽ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാണ് ഈ അറ്റാക്ക്. എനിക്ക് നേരെ വന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അതിൻ്റെ ആ ഒരു കാറ്റടിക്കുന്ന മാതിരി ഒരു ചെറിയ തോതിൽ മുട്ടിപ്പോയതേ ഉള്ളൂ. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കറക്റ്റ് നെഞ്ചും കൂടും ഇടി വീഴുമായിരുന്നു. അതിനിടെ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. ഒരു കടുവ റോഡിന് ക്രോസ് ചെയ്ത് വനത്തിന് മുകളിലോട്ട് കയറിപ്പോകുന്നു. വലിയ വലിപ്പമുള്ള ഒരു കടുവയാണ് കണ്ടിട്ട്. ഇതിൻ്റെ സൗണ്ട് പിന്നീട് കേട്ടു. വനത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ സൗണ്ട് 2-3 പ്രാവശ്യം ഞങ്ങൾ കേട്ടു. നാട്ടുകാരെയൊക്കെ അപ്പോഴത്തേന് വിളിച്ചു. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലിട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് വടശ്ശേരിക്കര. 24 പത്തനംതിട്ട. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.